നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ 2-3 ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൽ 1-2 പേര് കമൻറ്റ് ചെയ്തിരുന്നു. എംപ്ലോയ്മെൻറ്റ് വഴി ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റിൽ നിന്നും ആളുകളെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നില്ല, കയറുന്നവരെല്ലാം പിൻവാതിലിലൂടെ കയറുന്നവരാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് എംപ്ലോയ്മെൻറ്റ് വഴി ജോലിക്ക് കയറുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടിരുന്നു. അപ്പോൾ ഒരുപാട് പേരുടെ ഉള്ളിൽ ഇത്തരമൊരു സംശയം അല്ലെങ്കിൽ ഇത്തരമൊരു തെറ്റിദ്ധാരണ കടന്നുകൂടിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. എംപ്ലോയ്മെൻറ്റ് വഴി നിങ്ങൾക്ക് കോൾ ലെറ്റർ വരണമെങ്കിൽ ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ ഇതൊക്കെയാണ്. പ്രധാനമായിട്ടും എംപ്ലോയ്മെൻറ്റിൽ 40 വയസ്സ് കഴിഞ്ഞാലാണ് അവർ കോൾ ലെറ്റർ അയക്കുള്ളൂ. അതായത് ഉദ്യോഗാർത്ഥിക്ക് 40 വയസ്സ് ഏകദേശം ആകുമ്പോഴാണ് കോൾ ലെറ്ററുകൾ വന്നു തുടങ്ങുക. പിന്നെയെന്ന് പറയുന്നത് നിങ്ങൾ ഡ്രൈവറോ അല്ലെങ്കിൽ കണ്ടക്ടറോ ആവണം. അങ്ങനെയുള്ള വ്യക്തികൾക്ക് വളരെ നേരത്തെ തന്നെ കോൾ ലെറ്ററുകൾ വന്നു തുടങ്ങും. KSRTCക്കൊക്കെ ഒരുപാട് പേരെ എംപ്ലോയ്മെൻറ്റ് അടിസ്ഥാനത്തിൽ വിളിക്കുന്നുണ്ട്, ഡെയിലി വേജസ് അടിസ്ഥാനത്തിൽ എംപ്ലോയ്മെൻറ്റ് വഴി. ഡ്രൈവർമാരോ അല്ലെങ്കിൽ കണ്ടക്ടർ ലൈസൻസുള്ള വ്യക്തികളാണെങ്കിൽ അതിപ്പോൾ പുരുഷനായാലും സ്ത്രീകളായാലും 3 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. അത് ഏതെങ്കിലും വാഹനത്തിൽ വണ്ടി ഓടിച്ചുള്ള പരിചയം, ബസ്സോ അല്ലെങ്കിൽ ഹെവി വെഹിക്കിൾ ഏതെങ്കിലും ഓടിച്ചുള്ള പരിചയമുണ്ടെങ്കിൽ ആ ഒരു പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈസൻസും കൂടിയിട്ട് എംപ്ലോയ്മെൻറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് വഴി KSRTC നിങ്ങളെ ഡ്രൈവിംഗ് ടെസ്റ്റിന് വിളിക്കും. പിന്നീട് നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് ജോലി കിട്ടും. മറ്റുള്ള മേഖലകളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സാധാരണ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് എംപ്ലോയ്മെൻറ്റിൽ പുതുക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. പുതുക്കേണ്ട ഡേറ്റ് ആകുമ്പോൾ കൃത്യമായിട്ട് എംപ്ലോയ്മെൻറ്റിലെ കാർഡ് പുതുക്കുക. അല്ലെങ്കിൽ അതിപ്പോൾ പുതുക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് പുതുക്കേണ്ട ഒരു സമയം വരും. അത് ഏകദേശം ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് വരിക. ആ സ്പെഷ്യൽ പുതുക്കലിൽ നമ്മൾ കാർഡ് പുതുക്കുക. ആ സമയത്ത് നമുക്ക് ആ സീനിയോറിറ്റി നമുക്ക് പോകാണ്ട് കിട്ടും. അങ്ങനെ പുതുക്കിയതിന് ശേഷം ഏകദേശം നിങ്ങൾക്കൊരു 36-37 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എംപ്ലോയ്മെൻറ്റ് പോയിട്ട് എംപ്ലോയ്മെൻറ്റ് ഓഫീസറുടെ മുൻപാകെ ഞാൻ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ് എന്ന് ഒരു വൈറ്റ് പേപ്പറിൽ ഒരു സമ്മതപത്രം എഴുതി കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കി. നിങ്ങൾക്ക് കാർഡ് വരും. കാർഡ് വന്നിട്ട് ഇൻ്റർവ്യൂവിന് പോയില്ല എന്നുണ്ടെങ്കിൽ അവർ രണ്ടാമത് കാർഡ് അയക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവർ കരുതും നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ലാത്ത വ്യക്തിയാണെന്ന് കരുതും. ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത അല്ലാത്ത ജോലി അല്ലെങ്കിൽ അവർ ഇൻ്റർവ്യൂവിന് പോവില്ല. അപ്പോൾ 1-2 വട്ടം അവർ ഇൻറ്റിമേഷൻ അയക്കും. അത് അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കും നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് വഴിയുള്ള ജോലി ചെയ്യാൻ ഇല്ലാത്ത വ്യക്തിയാണെന്നാണ് അവർ കരുതുക. അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക. 2 തരം ഇൻ്റർവ്യൂ ആണ് വരിക. ഒന്ന് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ വെച്ചിട്ടും, രണ്ടാമത്തെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഏത് സ്ഥാപനത്തിലേക്കാണോ നിങ്ങളതിനെ ജോലിക്കായിട്ട് ക്ഷണിക്കേണ്ടത് ആ സ്ഥാപനത്തിൽ വെച്ചിട്ടാവും ഇൻ്റർവ്യൂ ഉണ്ടാവുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസും നിങ്ങളുടെ ക്വാളിഫിക്കേഷനും അനുസരിച്ചിട്ട് നിങ്ങളതിനെ അവർ ജോലിക്ക് വിളിക്കും. 6 മാസം ജോലിക്ക് കയറിയ ആളുകൾ ഒരുപാടുണ്ട്. അതിപ്പോൾ സ്വീപ്പർ പോസ്റ്റിലൊക്കെ ജോലിക്ക് കയറിയിട്ട് സ്ഥിരമായിട്ട് സ്റ്റാഫുകളായിട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ രാഷ്ട്രീയ സ്വാധീനം അല്ലാണ്ടും എംപ്ലോയ്മെൻറ്റ് വഴി ആളുകളെ വിളിക്കുന്നുണ്ട്, ജോലിക്ക് കയറുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ സ്വാധീനം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. പിന്നെ അതുപോലെ നിങ്ങൾ ഡിസബിലിറ്റി ഉള്ള വ്യക്തിയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ജോലിക്ക് വിളിക്കും. അപ്പോൾ തെറ്റിദ്ധാരണകൾ പരമാവധി ഒഴിവാക്കുക. അപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനി നിങ്ങളെ ജോലിക്ക് വിളിക്കുമ്പോൾ 10-100 ആളുകളിൽ നിന്നും ഇൻ്റർവ്യൂ ചെയ്തിട്ട് അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ടാവും അവർക്ക് ആവശ്യമുള്ള വേക്കൻസി എത്രയാണോ 10 പേരെ വേക്കൻസി ഉണ്ടെങ്കിൽ ആ 10 പേരെ അവർ ജോലിക്ക് എടുക്കുന്നുണ്ടാവുക. പിന്നീട് അവർ മറ്റ് ഒഴിവുകൾ വരുമ്പോൾ രണ്ടാമത് വിളിക്കും. അതുപോലെ തന്നെയാണ് ഈ എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യം. ഇപ്പോൾ ഒരു സ്ഥാപനത്തിലേക്ക് ഒരു എത്ര ജോലിക്കാരെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ അതിൻ്റെ ഒരു 2-3 ഇരട്ടി ആളുകൾക്ക് നോട്ടീസ് അയക്കും. അതിൽ നിന്നും അവർ കഴിവുള്ള ആളുകളെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലും വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തിലും എല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് അവർ നിങ്ങളെ ജോലിക്ക് എടുക്കുക. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നത്. ശുഭദിനം.